ഇവിടുത്തെ ജനങ്ങൾ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ സാധാരണ കൈ പൊക്കി നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ കർത്താവെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ മേളിലോട്ട് കൈ പൊക്കി നിൽക്കുമ്പോൾ അതേപോലെ നിന്ന് ഇങ്ങനെ സഖാവേ വല്ല രക്ഷയുണ്ടോ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയേണ്ട ആ സ്ഥാനത്ത് ഇദ്ദേഹം ഇവിടെ നവകേരള യാത്രയും ബസ്സിലും കുളിമുറി കക്കൂസൊക്കെ വെച്ചിട്ടുള്ള ബസ്സൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതേ രീതി ഹൈടെക് ആയിട്ടുള്ള ഇതിൽ മന്ത്രിമാരെ കൊണ്ട് ഉല്ലാസ യാത്രയാണ്. ആ യാത്ര കഴിഞ്ഞതിന് ശേഷം വന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം ഈ കേന്ദ്രത്തിൽ BJP സർക്കാരിനെതിരായിട്ട് എല്ലാവരും കൂടെ യോജിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണിയിൽ യെച്ചൂരി വരെ അവിടെ ഉണ്ട്, CPM-ൻ്റെ ഇല്ലേ നേതാവില്ലായിരുന്നോ? ഇവിടുത്തെ ഓരോ മുഖ്യമന്ത്രിമാർ, സ്റ്റേറ്റിലുള്ള ഓരോ മുഖ്യമന്ത്രിമാർ അവിടെ ഡൽഹിയിലൊക്കെ ചെന്ന് പങ്കെടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എവിടെയായിരുന്നു? അദ്ദേഹം സിംഗപ്പൂരിൽ മരുമകനും മകളും ഒക്കെ ആയിട്ട് യാത്രയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ് അല്ലേ? അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഇത്ര വോട്ട് കിട്ടാനായിട്ടുള്ള കാര്യം? അവിടെ വിജയിക്കാൻ തൃശ്ശൂർ പൂരം നടക്കുന്ന അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മേലുദ്യോഗസ്ഥന്മാരുടെ ധാർഷ്ട്യവും ധിക്കാരവും അവരെന്താണ് അവിടെ അന്ന് കാഴ്ചവെച്ചത്? അതിൻ്റെയൊക്കെ ഫലങ്ങളാണ് അവിടെയും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു വ്യക്തിപ്രഭാവം തന്നെ എന്ന് പറയണം. സുരേഷ് ഗോപിച്ചേട്ടൻ്റെ വളരെയധികം അറിയാവുന്ന ആളാണ്, ഞങ്ങളുടെയൊക്കെ വലിയ ഹീറോയാണ്, നടനാണ്, അതൊക്കെ കാര്യങ്ങളാണ്. ഞാനും കലാകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹം ജയിച്ചതിൽ എന്താ പറയുക സന്തോഷമാണുള്ളത്. കാരണം പുള്ളിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ സംബന്ധിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ചോദിക്കട്ടെ. 1-2 കാര്യങ്ങൾ പറയാം. സപ്ലൈകോയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധനവും ഇല്ല. അതേപോലെ തന്നെ കുത്തഴിഞ്ഞ് കിടക്കുന്നത്. ഇപ്പോൾ മോക്ക് 2 വീലർ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? സൈക്കിൾ അല്ലാത്ത ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ? ഒരു വാഹനം പോലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആ വാഹനത്തിന് എന്താ വേണ്ടത്? RC ബുക്ക് ഉണ്ട്, ഇനി ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം. ഇപ്പോൾ എൻ്റെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ എൻ്റെ ലൈസൻസ് എക്സ്പയർ ആയതാണ്. ഞാൻ ആ ലൈസൻസ്, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ കൊടുത്തിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. അക്ഷയ കേന്ദ്രം വഴിയാണ് കൊടുത്തത്. എനിക്കത് പോസ്റ്റലായിട്ടാണ് കിട്ടേണ്ടത്, കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ വണ്ടിയുടെ RC ബുക്ക് പേര് മാറാൻ കൊടുത്തു. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താൽ അതിൻ്റെ പേര് മാറാൻ വേണ്ടി കൊടുത്തിട്ട് ഇതുവരെ ബുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ RTO സംവിധാനങ്ങളെല്ലാം താറുമാറായിട്ട് കിടക്കുകയാണ്. നമുക്ക് ഒരു വണ്ടി കച്ചവടങ്ങൾ ചെയ്യുന്നവർ 2 വീലറായാലും 4 വീലറായാലും ഇതൊക്കെ ക്രയവിക്രയം ചെയ്യണമെങ്കിൽ പോലും അതൊന്നും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? RC ബുക്ക് ഇല്ലാതെയും ഒന്നും പറ്റില്ല. ആരെങ്കിലും എടുക്കുമോ? വണ്ടിയുടെ RC ബുക്ക് എന്തിയെ? അത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെയധികം കാര്യങ്ങൾ എല്ലാ മേഖലകളിലും നമ്മൾ ഏതാണ് നമ്മൾ പറയാൻ പറ്റില്ലാത്ത, അല്ലെ പറയാൻ ഇല്ല, അല്ലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത, മാറ്റി വെക്കാം എന്ന് വിചാരിച്ചാൽ പറ്റത്തെ എല്ലാ മേഖല. ആരോഗ്യ വകുപ്പിൻ്റെ കാര്യങ്ങളാണ്. പണ്ട് UDF-ൻ്റെ ഭരണകാലത്തായിരുന്നു ഞാൻ ഇതുപോലെയൊക്കെ കണ്ടിട്ടുള്ളത്. ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കത്രി ഇടുക, അല്ലെ പഞ്ഞി അതിനകത്ത് വെച്ച് നിറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതൊക്കെ ഈ പിണറായി സഖാവിൻ്റെ കാലത്തും അതിനൊരു മാറ്റവും ഇല്ല ആരോഗ്യ വകുപ്പിൽ. ഇപ്പോഴല്ലേ നമ്മൾ കോഴിക്കോടൊക്കെ കണ്ടതല്ലേ? നമ്മൾ എന്താണ് ഇപ്പോഴും അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആരോഗ്യ മേഖലയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതേപോലെ തന്നെ എന്താണ് മാറ്റം ഉണ്ടായത്? അതേപോലെ തന്നെ കോളേജിൽ ഈ പറയുന്ന എന്താണ് സംവിധാനം? കൊലപാതക രാഷ്ട്രീയമാണ് അല്ലേ? കൊലപാതകങ്ങളാണ് നടക്കുന്നത്. നമ്മൾ കണ്ടില്ലേ, ഇപ്പം തന്നെ എത്ര കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ LDF-കാരനാണെന്ന് പറഞ്ഞ് LDF വർഷങ്ങളായിട്ട് ഞാൻ കൂടെ നിൽക്കുന്നതാണ്, LDF-ന് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനത് തുറന്നു പറയുന്ന ആൾ തന്നെയാണ്.